അടുത്തതായിട്ട് മൾട്ടിപ്പിൾ അലീൽസ്. മൾട്ടിപ്പിൾ അലീൽസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു ജീനിന് 2 അലീലുകളാണെന്ന് പറഞ്ഞിരുന്നു. ഏതു ക്യാരക്ടറിനെയും റെപ്രസെൻ്റ് ചെയ്യണ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കണ ഏത് ജീനിനും 2 അലീലുകളാണെന്ന് പറഞ്ഞു. സോ ഇൻഡിവിജ്വലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീനിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് 2 അലീലുകളാണ് ഉണ്ടാവുക. എന്നാൽ ഒരു പോപ്പുലേഷൻ സ്റ്റഡിയൊക്കെ എടുക്കുമ്പോൾ അതിന് ഒന്നിലധികം, ഒരു ജീനിന് ഒന്നിലധികം 2-ലധികം അലീലുകൾ വരും. അപ്പോഴാണ് നമ്മളതിനെ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയാം. സോ മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ജീൻസ് ഹാവ് മോർ ദാൻ 2 അലീൽസ് ഇൻ എ പോപ്പുലേഷൻ. സോ ഒരു പോപ്പുലേഷൻ സ്റ്റഡി നടത്തുമ്പോൾ ഒരു ജീനിന് 2-ലധികം അലീലുകൾ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്പിൾ അലീൽസ്. സോ 2-ലധികം നോർമൽ ആയിട്ട് കാണുന്ന 2 അലീലിനേക്കാളും കൂടുതൽ ഒരു അലീലും കൂടി ഒരു ജീനെ റെപ്രസെൻ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് മൾട്ടിപ്പിൾ അലീൽസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്തായിരുന്നു? ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗിൽ നിന്ന് പറഞ്ഞു അതിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ I ആണ്. ആ I എന്ന് പറഞ്ഞ ജീനിന് 3 അലീലുകളാണെന്ന് പറഞ്ഞു. IA, IB ആൻഡ് I 3 അലീലുകളാണെന്ന് പറഞ്ഞു. സോ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ A ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, B ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, AB ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, O ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്. സോ നമുക്ക് അതിന് മുമ്പായിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, ഒരു ബേസിക് ഐഡിയ നമ്മൾ അറിയണം. സോ നമുക്കറിയാം ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഒരു ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. സോ ഹ്യൂമൻ ബ്ലഡിൽ നമുക്കറിയാം RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് എന്നൊക്കെ അറിയാം. അപ്പോൾ നമ്മുടെ ഈ ബ്ലഡ് സെൽസിൽ കാണുന്നതാണ് ആൻറ്റിജൻ. സോ ബ്ലഡ് സെൽസിൽ എന്തുണ്ടായിരിക്കും? ആൻറ്റിജൻ ഉണ്ടായിരിക്കും. അതേസമയം പ്ലാസ്മയിൽ ആൻറ്റിബോഡി. സോ നമ്മുടെ ആൻറ്റിജൻ കാണുന്നത് ബ്ലഡ് സെൽസിലും ആൻറ്റിബോഡി കാണുന്നത് പ്ലാസ്മയിലാണ്. സോ ബ്ലഡിൽ തന്നെ നമുക്ക് ആൻറ്റിജനും ആൻറ്റിബോഡിയും കാണാം. അതിൽ ആൻറ്റിജൻ ബ്ലഡ് സെൽസിലും നമ്മുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡീസും കാണുന്നു. അപ്പോൾ നമ്മുടെ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ മൂലം ഉണ്ടാകുന്നതാണ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്. സോ ആൻറ്റിജൻ ആൻറ്റിബോഡി കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡ് ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ആൻറ്റിജനും 2 ടൈപ്പ് ആൻറ്റിബോഡിയും നമ്മുടെ ബ്ലഡിലുണ്ട്. 2 ടൈപ്സ് ഓഫ് ആൻറ്റിജനും ഉണ്ട്, 2 ടൈപ്സ് ഓഫ് ആൻറ്റിബോഡീസും ഉണ്ട്. അപ്പോൾ നോക്കുമ്പോൾ A and B ആൻറ്റിജനാണ് നമ്മുടെ ബ്ലഡിലുള്ളത്. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ B, അങ്ങനെയാണ് നമ്മൾ ആൻറ്റിജൻ റെപ്രസെൻറ്റ്. A and B ആൻറ്റിജൻ, കുറച്ചുകൂടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആൻറ്റിബോഡി സ്മോൾ ലെറ്ററിൽ A and B ആൻറ്റിബോഡീസ്. സോ A and B ആൻറ്റിജനും A and B ആൻറ്റിബോഡീസുമാണ് നമ്മുടെ ബ്ലഡിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 4 ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. A ബ്ലഡ് ഗ്രൂപ്പ്, B ബ്ലഡ് ഗ്രൂപ്പ്, AB ബ്ലഡ് ഗ്രൂപ്പ്, O ബ്ലഡ് ഗ്രൂപ്പ്. ഈ 4 ബ്ലഡ് ഗ്രൂപ്പിൽ ABO, A ബ്ലഡ് ഗ്രൂപ്പ്, B ബ്ലഡ് ഗ്രൂപ്പ്, O ബ്ലഡ് ഗ്രൂപ്പ്, ഇത് 3നെയും ഡിസ്കവർ ചെയ്ത് ലാൻഡ്സ്റ്റെയ്നർ എന്ന് പറഞ്ഞ ആളാണ്. സോ ലാൻഡ്സ്റ്റെയ്നർ എന്ന് പറഞ്ഞ ആളാണ് ABO ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്തത്. അതേസമയം AB ബ്ലഡ് ഗ്രൂപ്പ് ഡിസ്കവർ ചെയ്ത് ഈ ലാൻഡ്സ്റ്റെയ്നറിൻ്റെ സ്റ്റുഡൻ്റാണ് സ്റ്റെർവി. സോ സ്റ്റെർവിയാണ് AB ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്തത്. സോ ABO ബ്ലഡ് ഗ്രൂപ്പ് ലാൻഡ്സ്റ്റെയ്നറും AB ബ്ലഡ് ഗ്രൂപ്പ് ഡിറ്റർമിൻ ചെയ്ത് കണ്ടുപിടിച്ചത് സ്റ്റെർവിയാണ്. അങ്ങനെ നമ്മുടെ 4 ബ്ലഡ് ഗ്രൂപ്പുകളാണ്. അപ്പോൾ നമ്മുടെ 4 ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിനെ നമ്മൾ പറഞ്ഞതാണ് ഡിറ്റർമിൻ ചെയ്യണത് ഒരു സിംഗിൾ ജീനായ I ആണ്. ഈ Iന് 3 അലീലുകളുണ്ട്. അതാണ് നമ്മളിവിടെ പറയുന്നത് മൾട്ടിപ്പിൾ അലീൽസ്. 2 അലീലിനും കൂടുമ്പോൾ മൾട്ടിപ്പിൾ. നമ്മൾ പഠിച്ചതാണ് IA, IB, I. അങ്ങനെ 3 അലീലുകളാണ് ജീൻ I. സോ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ Iന് 3 അലീലുകളുണ്ട്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൾട്ടിപ്പിൾ അലീൽസിന് ഒരു നമ്മൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് A, B, AB, O 4 ബ്ലഡ് ഗ്രൂപ്പ്. അതുപോലെ ഈ A ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്ന ആൻറ്റിജനും A ബ്ലഡ് ഗ്രൂപ്പിൽ കാണുന്ന ആൻറ്റിബോഡിയും നമുക്ക് നോക്കാം. സോ ബ്ലഡ് ഗ്രൂപ്പ് A ഉള്ളവർക്ക് അവരുടെ ബ്ലഡിൽ കാണുന്ന ആൻറ്റിജൻ എന്തായിരിക്കും? A ആൻറ്റിജൻ ആയിരിക്കും. അതേസമയം നോക്കി ആൻറ്റിബോഡി B ആണ്. ഇവിടെ നോക്കൂ, B ബ്ലഡ് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിജൻ B ആൻറ്റിജൻ ആയിരിക്കും, പക്ഷേ ആൻറ്റിബോഡി ഏതായിരിക്കും? A ആയിരിക്കും. അതേസമയം AB ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്കാണെങ്കിൽ ആൻറ്റിജൻ Aയും Bയും ആൻറ്റിജൻ ഉണ്ടായിരിക്കും, പക്ഷേ ആൻറ്റിബോഡി ഉണ്ടാവില്ല. അതേസമയം O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൻറ്റിജൻ ഉണ്ടാവില്ല, പക്ഷേ ആൻറ്റിബോഡി Aയും Bയും. ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരിക്കും? ആൻറ്റിജൻ A എന്ന് പറഞ്ഞ സംഭവം ആൻറ്റിബോഡി Aയുമായിട്ട് ഒരിക്കലും കോ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ക്ലോട്ടിങ് ഉണ്ടാവും. സോ ആൻറ്റിജൻ A ആണെങ്കിൽ ആൻറ്റിബോഡി B ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് ബ്ലഡ് ഗ്രൂപ്പ് A ആയിട്ട് മാറുള്ളൂ. സോ അതുപോലെ B ബ്ലഡ് ആൻറ്റിജൻ ആണെങ്കിൽ അവിടെ ആൻറ്റിബോഡി B ആയിട്ട് കോ എക്സിസ്റ്റ് ചെയ്യില്ല. സോ ആൻറ്റിജൻ Aയും ആൻറ്റിബോഡി Aയും തമ്മിൽ ഒരിക്കലും കോ എക്സിസ്റ്റ് ചെയ്യില്ല. ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Bയും ആണെങ്കിൽ അത് കോ എക്സിസ്റ്റ് ചെയ്യില്ല. പകരം എങ്ങനെയാണ് വരുന്നത്? ആൻറ്റിജൻ A ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിബോഡി B ആയിരിക്കും, ആൻറ്റിജൻ B ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിബോഡി A ആയിരിക്കും. അതേസമയം 2 ആൻറ്റിജൻ ഉണ്ടെങ്കിൽ അവിടെ
ആൻറ്റിബോഡി ഉണ്ടാവില്ല. ആൻറ്റിജൻ ഇല്ലെങ്കിൽ അവിടെ 2 ആൻറ്റിബോഡി ഉണ്ടാവും. ഇതാണ് നമ്മൾ പറയുന്ന മൾട്ടിപ്പിൾ അലീൽസ്. ജീൻ ഐനെ കൺട്രോൾ ചെയ്യുന്ന 2-ലധികം അലീൽ, IA, IB ആൻഡ് I. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പിൽ ഫീനോടൈപ്പും ജീനോടൈപ്പും ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതാണ് എ ബ്ലഡ് ഗ്രൂപ്പുകാർക്ക് വരാൻ സാധ്യതയുള്ള, എ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മളാണ് ഫീനോടൈപ്പ്, അവർക്ക് വരാൻ സാധ്യതയുള്ള ജീനോടൈപ്പ് 2 തരത്തിൽ അവർക്ക് ജീനോടൈപ്പ് റെപ്രസെൻറ്റ് ചെയ്യാം. IA എന്ന് പറഞ്ഞാലും എ ബ്ലഡ് ഗ്രൂപ്പാണ്, I എന്ന് പറഞ്ഞാലും എ ബ്ലഡ് ഗ്രൂപ്പാണ്. ഇത് നമുക്കറിയാം ഒരേ ഡോമിനൻ്റ് ആയിട്ട് അലീലാണ്. അതേസമയം എ എന്നത് ഡോമിനൻ്റ് ആണ് ഓവർ നമ്മുടെ I എന്ന് പറഞ്ഞ അലീലിനേക്കാളും. ഈ അലീലിന് ഡോമിനൻ്റ് ആണ് IA, അതുകൊണ്ട് അത് എന്ത് ബ്ലഡ് ഗ്രൂപ്പായി മാറി? എ ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറി. അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പാണെന്നുണ്ടെങ്കിലും ഫിനോടൈപ്പ് IB, അപ്പോൾ അത് ബി ബ്ലഡ് ഗ്രൂപ്പാണ്. അല്ലെങ്കിലുള്ള സാധ്യത IBI. എന്തുകൊണ്ടാണ് ഇവിടെ I എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്? ഇത് റെസിസീവാണ്, ബി എ ഡോമിനൻറ്റുമാണ്. സോ ബി എന്ന് പറഞ്ഞാൽ അലീൽ ഡോമിനൻറ്റ് ഐനേക്കാളായതുകൊണ്ട് ഈ ബി ബ്ലഡ് ഗ്രൂപ്പ് മാത്രമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ബി. അതുപോലെ AB ആണെങ്കിൽ നോക്കി ഒരേ ഒരു ചാൻസ് ഉള്ളൂ, IA, IB. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കോഡോമിനൻസ്. കോഡോമിനൻസ് പറഞ്ഞാൽ എയും ബിയും അലീലും ഒരുമിച്ച് എക്സ്പ്രസ് ചെയ്യുന്നതാണ്. സോ AB ബ്ലഡ് ഗ്രൂപ്പുകാരുടെ ജീനോടൈപ്പ് എന്താണ്? IA, IB. 2 അലീൽ, എയും ബിയും എന്ന് പറഞ്ഞ അലീൽ ഒരുമിച്ച് എക്സ്പ്രസ്ഡ് ആയി. അതേസമയം നമ്മുടെ O ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ റെസിസീവ് കണ്ടീഷനിൽ മാത്രമേ എക്സ്പ്രസ് ആവുള്ളൂ. 2 I അലീൽ എന്ന് പറഞ്ഞത് ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ എന്തായിട്ട് മാറുള്ളൂ? O ബ്ലഡ് ഗ്രൂപ്പായിട്ട് മാറുള്ളൂ. സോ 2-ലധികം അലീലുകൾ അവരുടെ ജീൻ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അത് പോപ്പുലേഷൻ സ്റ്റഡീസിൽ മാത്രമേ നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് മൾട്ടിപ്പിൾ അലീൽസ് പറയുക. ഇതേ മൾട്ടിപ്പിൾ അലീൽസ് നമുക്ക് പ്ലാന്റ്സിലും ആനിമൽസിലൊക്കെ എക്സാമ്പിൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആനിമൽസിലാണെങ്കിൽ ഐ കളർ, ഡ്രോസോഫില്ലയുടെ ഐ കളറിൽ നമ്മൾ മൾട്ടിപ്പിൾ അലീൽസ് പറയുന്നത്. സോ ഐ കളർ കൊടുക്കുന്ന ജീനിന് 1-ലധികം അലീലുകളുണ്ട്. അതുപോലെ ചില പ്ലാന്റ്സിന് സെൽഫ് ഇൻകമ്പാറ്റബിലിറ്റി കൊടുക്കുന്നതും മൾട്ടിപ്പിൾ അലീലാണ്. സോ നമ്മൾ ജസ്റ്റ് ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിംഗ് മാത്രമാണ്, ഹ്യൂമൻ പോപ്പുലേഷനിലെ ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ് മൾട്ടിപ്പിൾ അലീൽസ് ആയിട്ട് എക്സാമ്പിളായിട്ട് പറയുന്നത്.